ഹലോ നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് ഈ അനീഷിനെ നിരന്തരം ചിലർ വേട്ടയാടിക്കൊണ്ട് സംസാരിക്കുന്ന വിഷയമാണ്. അനീഷ് നുണയനാണ്, ബിഗ് ബോസ് കഴിഞ്ഞ് അനീഷിനെ കാണാനില്ല, അനീഷ് ഫേക്ക് ആയിരുന്നു, ഇപ്പോഴും ഫേക്ക് ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയാൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, അയാൾ ആക്റ്റീവ് ആണോ എന്നൊക്കെ അറിയണമെങ്കിൽ അയാളുടെ വ്യക്തമായിട്ടുള്ള വിവരങ്ങൾ അറിയണമെങ്കിൽ അയാളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് വഴി അയാളെല്ലാം കൃത്യമായിട്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അയാളെ ഫോളോ ചെയ്യണം. മറ്റുള്ളവരെ ഫോളോ ചെയ്തിട്ട് അനീഷ് ആക്റ്റീവ് അല്ലാന്ന് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് വന്ന് സോഷ്യൽ മീഡിയയിൽ വന്ന് കമന്റ് ചെയ്യാനും അവർക്ക് വേണ്ടി സംസാരിക്കാനും വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന വ്യക്തി ആക്റ്റീവ് ആണോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് സാധിക്കില്ല. പിന്നെ അനീഷിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യമാണ്, അഞ്ച് വർഷം ലീവ് എടുത്ത് അനീഷ് ബിഗ് ബോസ് എന്താണെന്ന് പഠിച്ചിട്ടാണ് വന്നതെന്ന്. അതൊരിക്കലും ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയ്ക്ക് പറ്റുന്ന കാര്യമല്ല എന്ന് ഇവർ തന്നെ പറയുന്നുണ്ട്. ബിഗ് ബോസ് ഷോ ഒരു സ്ക്രിപ്റ്റഡ് ഷോ അല്ല എന്ന് ഇവർ ഈ അണിയറ പ്രവർത്തകർ, അതുപോലെ തന്നെ ഓരോ മത്സരാർത്ഥികൾ ഔട്ടാകുമ്പോൾ അവതാരകൻ ചോദിക്കും, ഇത് സ്ക്രിപ്റ്റഡ് ഷോ ആണോ എന്ത് തോന്നുന്നു, ഇത് പല പ്രാവശ്യം ചോദിക്കുന്നത്. അങ്ങനെ ഒരു സ്ക്രിപ്റ്റഡ് ഷോ ആണെങ്കിൽ മാത്രമേ പഠിച്ചിട്ട് പോകാൻ സാധിക്കുള്ളൂ. ഈ 25 പേര് വരുമ്പോൾ 25 പേര് ഏത് രീതിയിലുള്ളവരാണെന്നും അവരെങ്ങനെ പെരുമാറുമെന്നും മുൻകൂട്ടി പഠിച്ചിട്ട് പോകാൻ സാധിക്കുമോ? ബിഗ് ബോസ് ഷോ എന്ന് പറയുന്ന അവസരത്തിനൊത്ത് കളിച്ച് മുന്നേറുക എന്നുള്ളതാണ്. അതിന് മെയിനായിട്ട് വേണ്ടത് മൈൻഡ് ഗെയിമാണ്. ആ നല്ലൊരു മൈൻഡ് ഗെയിമർ ആയിട്ടുള്ള മത്സരാർത്ഥികൾക്ക് ബിഗ് ബോസിനെതിരെയും മത്സരാർത്ഥികൾക്കെതിരെയും ഗെയിം കളിക്കാനായിട്ട് സാധിക്കും. പിന്നെ ഇവർ പറയുന്ന ഒരു കാര്യം, ഇത് പഠിച്ചിട്ട് വന്നു എന്ന് പറയുന്നത്. പഠിച്ചിട്ട് വന്നെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഷോയിലേക്ക് കയറുന്നതിന് മുമ്പായിട്ട് ഇന്ന ആഴ്ചയിൽ ഇന്ന ടാസ്കുകളാണ് തരുന്നത്, അതുപോലെ തന്നെ ഇത്ര മത്സരാർത്ഥികളുണ്ട്, ഇവരൊക്കെയാണ്, നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇറങ്ങി അവരുടെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം ചെക്ക് ചെയ്തിട്ട് പോകും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് പഠിച്ചിട്ട് വരാൻ പറ്റുള്ളൂ. ഇവർ പറയുന്നത് അതീവ രഹസ്യമായിട്ടാണ് ഷോയിലേക്ക് മത്സരാർത്ഥികളെ എടുക്കുന്നത്. അങ്ങനെ എല്ലാ രഹസ്യമാണ് പറയുന്നത്. അപ്പൊ പിന്നെ എങ്ങനെയാണ് ഒരു മത്സരാർത്ഥിക്ക് ഷോയിലേക്ക് പഠിച്ചിട്ട് ചെല്ലാനായിട്ട് സാധിക്കുന്നത്? ദയവ് ചെയ്ത് സ്ക്രിപ്റ്റ് എഴുതുന്നവർ ആ മോഹൻലാലിനെ വെച്ച് ഇങ്ങനത്തെ പൊട്ടത്തരം ഒന്നും പറയിപ്പിക്കരുത്. അയാളൊരു മഹാനടനാണ്. പിന്നെ അനീഷിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യമാണ്, അനീഷ് നുണയനാണ് എന്നുള്ളത്. ഈ പറയുന്ന ആളുകൾ ആരൊക്കെയാണ്? ഈ നുണയുടെ കൂമ്പാരമായി നിന്നിട്ട് ദാരിദ്ര്യം പറഞ്ഞും കള്ളക്കണ്ണീര് കാണിച്ചും ചാരിറ്റി ഫണ്ട് പോലെ ബിഗ് ബോസിന്റെ വോട്ടിനെ മേടിച്ചുകൊണ്ട് പ്രേക്ഷകരുടെ വഞ്ചിച്ചുകൊണ്ട് വിന്നറായ ആളാണ് പറയുന്നത്. ഇപ്പൊ അത് അങ്ങനെ സപ്പോർട്ട് ചെയ്ത ചിലരൊക്കെ ഇപ്പൊ മാറ്റി പറയുന്നുണ്ട്, നിലപാടില്ലാത്ത സ്ത്രീ ആയിരുന്നു എന്നൊക്കെ ചിലരൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവരെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ് പറയുന്നത് എന്താ അനീഷ് നുണയനായിരുന്നു എന്ന്. അനീഷ് എന്താണ് അവിടെ നുണ പറഞ്ഞിട്ടുള്ളത്? അനീഷ് എന്താണ് അവിടെ ഫേക്ക് ആയിട്ട് നിന്നിട്ടുള്ളത്? അനീഷ് ഇങ്ങനെ എന്തെങ്കിലും ഒരു ഫേക്ക് ആയിട്ടുള്ള കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ടോ? ഇങ്ങനെയുള്ളവരെ സപ്പോർട്ട് ചെയ്ത ആളുകളാണ് അനീഷ് നുണയനാണെന്ന് പറയുന്നത്. വീണ്ടും അനീഷിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യമാണ്, അനീഷിനെ എത്ര നാളും കാണാനില്ലായിരുന്നു. ഒരു ഇന്റർവ്യൂ കൊടുത്തപ്പോൾ അതിൽ ആർക്കൊക്കെയോ വേദനിക്കുന്ന കാര്യങ്ങൾ പരാമർശിച്ചത് കൊണ്ടായിരിക്കാം ഇപ്പൊ അനീഷിനെ എത്രയും നാളും കാണാനില്ലായിരുന്നു, ഇപ്പോൾ അവൻ വന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് പറയുന്നുണ്ട്. അതിലെനിക്ക് പറയാനുള്ളത്, കേരള മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്ന് അനീഷിനൊരു പോപ്പുലർ മലയാളി എന്നുള്ള അവാർഡ് കിട്ടി. അതുപോലെ തന്നെ ഒരുപാട് അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. പിന്നെ ഒരുപാട് സ്കൂളുകളിലും കോളേജുകളിലും ഗസ്റ്റായിട്ട് പോകുന്നുണ്ട്. അതുപോലെ ഒരുപാട് ഉദ്ഘാടനങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരു സാധാരണക്കാരനായിട്ട് ബിഗ് ബോസിൽ വന്ന ഒരു വ്യക്തിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഒരുപാട് അംഗീകാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ അയാളുടെ ബുക്ക് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് മാതൃഭൂമിയാണ്. അങ്ങനെ അത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ വെച്ച് അയാളുടെ ഒരു ബുക്ക് പ്രകാശനം ചെയ്യുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ്. പിന്നെ സോഷ്യൽ മീഡിയയിൽ മനഃപൂർവ്വം കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അയാൾ മനഃപൂർവ്വം ഒന്നും സൃഷ്ടിച്ചിട്ടില്ല. മുൻകാല സീസണിലെ വിന്നേഴ്സിനെയൊക്കെ പോലെ മത്സരാർത്ഥികളെയൊക്കെ പോലെ ഇന്ന കണ്ടന്റ് എൻ്റെ ഇന്ന ദിവസം പോകണം എന്നൊന്നും പറഞ്ഞുകൊണ്ട് അയാൾ കണ്ടന്റ് ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചിട്ടില്ല. ഒരു സാധാരണക്കാരനായിട്ട് വന്ന് സാധാരണക്കാരനായിട്ട് ജീവിച്ചു പോകുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് അങ്ങനെ ഒരാളെ സപ്പോർട്ട് ചെയ്യുന്നതിൽ അഭിമാനം മാത്രമേ ഉള്ളൂ. കാരണം മനഃപൂർവ്വം കണ്ടന്റ് ഉണ്ടാക്കി വിവാദ നായകനൊക്കെ ആയിട്ട് നടക്കാതെ ഒതുങ്ങി ജീവിക്കുന്ന ഒരാൾ. പിന്നെ ഇതുപോലെ ഒരാൾ ഇനി അടുത്ത സീസണിൽ വന്നാലും ഉറപ്പായിട്ടും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ബിഗ് ബോസിന്റെ കൂടുതൽ റിവ്യൂവും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.